വെൽക്കം ടു കുക്ക് വിത്ത് റുമാന. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റിലെ ബെൽ പ്രസ് ചെയ്യുക. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മാംഗ്ലൂർ സ്പെഷ്യൽ ഫിഷ് റവ ഫ്രൈ ആണ്. പലർക്കും ഫിഷ് റവ ഫ്രൈ അറിയായിരിക്കും, എന്നാലും ഒറിജിനലി മാംഗ്ലൂർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ വീഡിയോ നോക്കാം. റവ ഫ്രൈ ചെയ്യാൻ ആദ്യം ഞങ്ങൾ മീനക്കുള്ള മുളക് റെഡിയാക്കി എടുക്കുക. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്, 4 ചെറിയ ഉള്ളി, ചെറിയ ഉരുള പുളി, കുറച്ച് ഉപ്പ്. പുളിൻ്റെ പകരം ഞങ്ങൾക്ക് നാരങ്ങനീര് എടുക്കാം. 1.5 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചിട്ട് വേണം ഇതെടുക്കാൻ. ഞങ്ങൾ മാംഗ്ലൂരിൽ ഇത് മുളക് മല്ലി അങ്ങനെ എടുക്കുക, പൊടി എടുക്കില്ല. എന്നിട്ടിത് നല്ല ഫൈനായിട്ട് അരക്കുക. എന്നിട്ട് ഇത് വറ്റിച്ചിട്ട് വേണം ഞങ്ങൾ എടുക്കാൻ. ഇത് 1/2 കിലോ ലേഡി ഫിഷാണ് ഞാൻ എടുത്തത്. ഇത് ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ ഞങ്ങൾ വറ്റിക്കുന്നത് ആ പാത്രത്തിലേക്ക് അരച്ച് വെച്ച മുളകും പിന്നെ കുറച്ച് മുളക് കഴുകിയ വെള്ളവും കൂട്ടി മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും ഒക്കെ ഈ സമയത്ത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വറ്റിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക നല്ല ഫ്ലേവറിന് വേണ്ടി. നിങ്ങൾ മൺചട്ടി വെച്ചിട്ട് വറ്റിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. വേണമെങ്കിൽ ഇതിന് കുറച്ച് വാഴയില മൂടിയിട്ടും വെക്കുക. എന്നിട്ട് ഞാൻ ദോശക്കല്ലാണ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. ഇതിൻ്റെ ട്രഡീഷണൽ റെസിപ്പി ഞങ്ങൾ ഇരുമ്പ് പാത്രയിലാണ് വെച്ചിട്ടെടുക്കുക. എന്നിട്ട് ഈ വറ്റിച്ച് വെച്ച മീൻ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ നിരത്തി റവ ഇടുക. എന്നിട്ട് അത് ആ സൈഡ് ഈ സൈഡ് ഇങ്ങനെ വിതറി കൊടുക്കുക. മീൻ ഇങ്ങനെ സൂക്ഷിക്കണം, കാരണം മീൻ കുറച്ച് വറ്റിച്ച് വേവിച്ചത് കൊണ്ട് മീൻ നല്ല സോഫ്റ്റുള്ള മീനും ആണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികൾ എടുക്കുന്ന പോലെ വേണം മീനിനെ ഞങ്ങൾ എടുക്കാൻ. ഇല്ല ഞങ്ങൾ കയ്യിൽ നിന്ന് പൊട്ടിപ്പോവും മീൻ. ഏത് മീനും എടുക്കാം, മത്തി മാത്രം ഇതിൽ ചെയ്യൂല, അത്ര രസം ഉണ്ടാവില്ല. ബാക്കി എല്ലാ മീനും ഞങ്ങൾ ഇത് വെച്ച് ചെയ്യാറുണ്ട്. അത് വലിയ മീൻ, കിങ് ഫിഷ്, അങ്ങനെ വലിയ മീൻ മുതൽ ചെറിയ മീൻ മുതൽ എല്ലാം ചെയ്യും. ഈ മീനൊക്കെ ഞങ്ങൾ മാംഗ്ലൂരിൽ കാന പറയും, ഇംഗ്ലീഷിൽ ലേഡി ഫിഷ് പറയും. മലയാളത്തിൽ ഇതിനെന്താ പറയുക അറിയില്ല. ഇത് നോർമൽ ഞങ്ങൾക്ക് റവ മാത്രം ക്രിസ്പി ആവാനുള്ളൂ. മീൻ ഓൾറെഡി ചെറുതായി വെന്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം അങ്ങോട്ട് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ റവ ക്രിസ്പി ആയിക്കോളും. ഒരു സ്ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ റവ ഇങ്ങനെ കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, സ്ലോ ആയിട്ട്. അപ്പോൾ ഞങ്ങളും റവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇരുമ്പ് ചട്ടിയോ ദോശക്കല്ലോ എടുക്കാൻ ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Entra.